നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ അവധി നിരക്കുകളിലെ ചാഞ്ചാട്ടങ്ങൾക്കിടയിൽ ബാങ്കോക്കിൽ ഷീറ്റിന് 200 രൂപയുടെ നിർണായക താങ്ങ് നഷ്ടപ്പെട്ട് 199 രൂപയായി. ജപ്പാനിൽ റബ്ബർ 347 yen വരെ കയറിയെങ്കിലും ഇതിൻ്റെ പ്രതിഫലനം തായ് മലേഷ്യൻ മാർക്കറ്റുകളിൽ ദൃശ്യമായില്ല. പകൽ താപനില വർദ്ധിച്ചതിനാൽ കേരളത്തിൽ ടാപ്പിംഗ് തളർച്ചയിലാണ്. വ്യവസായികൾ 4ാം ഗ്രേഡിന് വീണ്ടും 1 രൂപ ഉയർത്തി 205 രൂപയാക്കി. 5ാം ഗ്രേഡ് 202 രൂപയായി കയറി. ഇത് ഇന്ന് രാവിലത്തെ കാര്യമാണ് പറയുന്നത്. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില സ്റ്റഡിയായി നീങ്ങിയെങ്കിലും തമിഴ്നാട്ടിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ വില മുന്നേറി. കാങ്കയത്ത് എണ്ണയ്ക്ക് 125 രൂപയും കൊപ്ര 50 രൂപയും കയറി. പൊങ്കൽ ആഘോഷങ്ങൾ കഴിഞ്ഞിട്ടും പച്ചത്തേങ്ങ ലഭ്യത ഉയരാത്തത് മില്ലുകാരെ വില ഉയർത്തി കൊപ്ര ശേഖരിക്കാൻ പ്രേരിപ്പിച്ചു. കാപ്പി ഉൽപ്പാദന മേഖലയിൽ ജനുവരിയിൽ അപ്രതീക്ഷിതമായി പെയ്ത മഴ കർഷകർക്ക് കനത്ത തിരിച്ചടിയായി. പ്രതികൂല കാലാവസ്ഥയിൽ മൂത്ത് വിളഞ്ഞ കാപ്പിക്കുരുകൾ വിളവെടുക്കാനും ഉണക്കിയെടുക്കാനും ഉൽപ്പാദകർക്ക് കഴിയാത്തത് മൂലം മൊത്തം ഉൽപ്പാദനത്തിൽ ഇടിവ് സംഭവിക്കും. കേരളത്തിലും കർണാടകത്തിലും കഴിഞ്ഞ മാസത്തെ മഴയാണ് കാപ്പി കർഷകരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത്. വയനാട്ടിലും കൂർഗ്, ചിക്കലമംഗലൂർ, ഹസൻ മേഖലകളിലും വിളവെടുപ്പ് സ്തംഭിച്ചതിനാൽ നടപ്പ് സീസണിൽ ഉൽപ്പാദനം 20% വരെ കുറയാൻ സാധ്യതയെന്ന് കാർഷിക മേഖല വിലയിരുത്തുന്നു. നടപ്പ് സീസണിൽ മാത്രമല്ല അടുത്ത വർഷത്തെ വിളവിനെയും ഇത് ബാധിക്കാൻ ഇടയുണ്ടെന്നാണ് അവരുടെ വിലയിരുത്തൽ. അറബിക്ക കാപ്പിയെ അപേക്ഷിച്ച് റോബസ്റ്റയുടെ വിളവ് അടുത്ത വർഷം 30% വരെ ഇടിയുമെന്ന സൂചനയാണ് കർണാടകത്തിലെ തോട്ടങ്ങളിൽ നിന്നും. സാധാരണ പുതുവർഷവേളയിൽ വരണ്ട കാലാവസ്ഥയാണ്. എന്നാൽ കഴിഞ്ഞ മാസത്തെ മഴ മൂലം പല ഭാഗങ്ങളിലും കാപ്പി പതിവിലും നേരത്തെ പൂത്തു. നടപ്പ് സീസണിലെ വിളവെടുപ്പ് അവിടെ പകുതി മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. വയനാട്ടിൽ കാപ്പി പരിപ്പിന് കിൻഡലിന് 38,700 രൂപയിലും ഉണ്ടക്കാപ്പി 20,200 രൂപയിലുമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.